ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. പല്ല് കേടാകുമ്പോൾ പലർക്കും നടത്തേണ്ടി വരുന്ന ഒന്നാണ് റൂട്ട് കനാൽ എന്നത്. റൂട്ട് കനാൽ എന്നാൽ പല്ല് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അതിന്റെ സ്ഥാനത്ത് കൃത്രിമ പല്ല് സപ്പോർട്ട് നൽകി നിലനിർത്തുന്ന രീതിയാണ് റൂട്ട് കനാൽ എന്നത്. എന്നാൽ ഈ ചികിത്സയെക്കുറിച്ച് പലർക്കും പൂർണ്ണമായ അറിവ് ഇല്ല എന്നതാണ് സത്യം. ഇതിന് ആദ്യമേ തന്നെ ദന്തഘടന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പല്ലുകൾക്ക് പ്രാധാന്യമായും 3 പാളികളുണ്ട്: ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്. ഇനാമൽ പല്ലിന്റെ ഏറ്റവും പുറത്തു കാണുന്ന പാളിയാണ് ഇനാമൽ എന്നത്. ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഇനാമലിന് കട്ടി കുറയുമ്പോഴാണ് പല്ലിന് പുളിപ്പ് അല്ലെങ്കിൽ വേദന ഇവ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇനാമലിന് തൊട്ട് താഴെയുള്ള പാളിയാണ് ഡെന്റിൻ എന്നത്. പൾപ്പ് എന്നത് ഡെന്റിന്റെ തൊട്ട് താഴെയുള്ള പാളിയാണ്. ഡെന്റിൻ എന്നത് പല്ലുകളുടെ ആന്തരിക ഘടനയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിലാണ് രക്തക്കുഴലുകൾ, ഞരമ്പുകൾ, നാഡികൾ എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഈ ഭാഗത്ത് അണുബാധ ഉണ്ടാവുമ്പോഴാണ് ശക്തമായ വേദന നമുക്ക് അനുഭവപ്പെടുന്നത്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഈ കോശങ്ങളെ തന്നെയാണ്. സാധാരണ രീതിയിൽ പോടടച്ച് സംരക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നത്. റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ലോക്കൽ അനസ്തേഷ്യ നൽകിയതിനു ശേഷമേ ചെയ്യാറുള്ളൂ. അനസ്തേഷ്യ നൽകിയതിനു ശേഷം ഇനാമൽ, ഡെന്റിൻ എന്നിവ നീക്കം ചെയ്യും. അതിനുശേഷം പൾപ്പിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യും. വേരുകളുടെ നീളം അളക്കുകയും വേരുഭാഗത്ത് കാണപ്പെടുന്ന പൾപ്പ് പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ കൊണ്ട് നീക്കം ചെയ്ത് വൃത്തിയാക്കി പിന്നെ ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇറിഗേഷൻ അല്ലെങ്കിൽ സലൈൻ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ച് പുറത്തെടുക്കും. നീക്കം ചെയ്ത പൾപ്പിന്റെ ഭാഗത്ത് അളവനുസരിച്ച് കോണാകൃതിയിലുള്ള ഒരു വസ്തു, അതായത് കൃത്രിമ വസ്തു, അതായത് ഗുട്ടപെർഷ കൊണ്ട് അടച്ച് പല്ല് സംരക്ഷിക്കുന്നതാണ്. റൂട്ട് കനാലിന് ശേഷം റൂട്ട് ക്യാപ്പ് എന്നതും ധരിക്കണം. ഇത് പല്ല് പെട്ടെന്ന് അല്ലെങ്കിൽ പൊട്ടാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. റൂട്ട് കനാല് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ശക്തമായ പല്ലുവേദന, പിന്നെ പല്ലിന്റെ വേരുഭാഗത്ത് അല്ലെങ്കിൽ മോണയില് കുരു അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചൂട് അല്ലെങ്കിൽ അധികം തണുപ്പുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ പല്ലിന് പുളിപ്പുണ്ടാവുക അല്ലെങ്കിൽ വേദന ഉണ്ടാവുക, പിന്നെ ആഴത്തില് അതിസൂക്ഷ്മമായ പൊട്ടല് എന്നിവയെല്ലാം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് റൂട്ട് കനാൽ ആവശ്യമായി വരുന്നത്. ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത ടിപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.